ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ മുഹറം 10-ൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ 2 സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നത്, അതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ മുഹറം എന്ന നമ്മൾ പുതുവർഷത്തിലെ ഫസ്റ്റ് മാസമാണല്ലോ. ഇതിൽ 10 നോമ്പുണ്ട്. 9ഉം 10ഉമാണ് ഞാൻ നോറ്റിട്ടുള്ള നോമ്പ്. പിന്നെ എനിക്ക് ഉമ്മക്ക് നോമ്പുണ്ടായിട്ടില്ല, മക്കൾക്ക് നോമ്പില്ല കേട്ടോ. ഇത് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു വീഡിയോ എല്ലാവരും എത്തുന്നല്ലേ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മുഹറത്തിൻ്റെ എനിക്ക് ഉമ്മക്ക് നോമ്പാണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഉണ്ടാക്കുന്നില്ല. കുട്ടിയൊക്കെ രണ്ടാൾക്ക് നൂൽപ്പെട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടാളും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജസ്റ്റ് സ്നാക്സ് ആയിട്ട് ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് സോസ് മിന്നിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് സ്നാക്സിൻ്റെ ടൈം കഴിച്ചോളും. നൂൽപ്പെട്ട് ലഞ്ച് ബോക്സ് ഒന്നൊക്കെ നിറഞ്ഞ് സ്കൂളിൽ അവൾക്ക് ചോറ് കൊണ്ടിട്ട് ആവശ്യമില്ല, എന്നാൽ ജസ്റ്റ് അവൾക്ക് ഇഷ്ടം കൊണ്ടിട്ട് കൊടുത്തുന്നുള്ളൂ. നൂൽപ്പെട്ട് കുട്ടിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ നൂൽപുട്ടാക്കാൻ കാരണം വെച്ചാൽ നൂൽപുട്ടിൻ്റെ ഒരു മാവിൻ്റെ ആ ഒരു കൂട്ടിലാണ് ഞാൻ ഒരു പായസം ഉണ്ടാക്കുന്നത്. മുഹറത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് സന്തോഷമല്ലേ, മുഹറം നോമ്പ് നോക്കുന്നതും ചാൻ്റെ കടിയൊക്കെ ആക്കുന്ന പറഞ്ഞാൽ സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതാണ്ട് സ്പെഷ്യലും കൂടി കടിയൊക്കെ ഉണ്ടാക്കാൻ നേരിച്ച്. അപ്പം നൂൽപുട്ടിൻ്റെ ഈ ഒരു അരിനെ കൊണ്ട് തന്നെയാണ് ഒരു പായസം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽപുട്ടിന് തലേദിവസം രാത്രി ആക്കി വെച്ച ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കി കൊടുത്തേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, കുട്ടിക്ക് അത്രയല്ലേ ഉണ്ടാക്കും അത്രയല്ലേ വേണ്ടു. പിന്നെ അതുകൊണ്ട് അവർക്ക് വേണ്ടി തന്നെ രാത്രി മാറ്റി വെച്ചത് തന്നെ കറിയൊക്കെ. അങ്ങനെ അവർ സ്കൂളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പായസത്തിൽ നേരത്തെ പറഞ്ഞ പായസമില്ലേ, നമ്മളെ നാട്ടിൽ പറയും പിടിപ്പായസം കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെ മുഹറത്തിന് നോമ്പ് കഴിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കലുണ്ട്. അധികം പായസം ഉണ്ടാക്കലെന്ന് വെച്ചാൽ കുറേ തരം പരിപ്പുണ്ട്, ചെറുപയർ, പിന്നെ അതുപോലെ തന്നെ മുതിര, ഒരേ തരം പയറുണ്ടല്ലോ, അതൊക്കെ കൂടിയിട്ട് ഒരു തരം പായസം ഉണ്ടാക്കൽ കേട്ടോ. എനിക്കൊന്നും ഭയങ്കര അത്ര വലിയ ഇഷ്ടമല്ല ഈ ഒരു പായസം. വെള്ളത്തിൽ വരുന്ന പായസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു പായസം ഉണ്ടാക്കണ്ട, എനിക്കൊരു പിടിപ്പായസം നമ്മളായിട്ട് പറയട്ടാം. അത് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. നമുക്കത് ഉണ്ടാക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു പായസത്തിൽ ഉണ്ടാക്കണ്ടു. മധുരത്തിൻ്റെ ഇന്ന് ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പായസമല്ലേ നമുക്ക് ഉണ്ടാക്കേണ്ടത് അല്ലേ. തന്നെ പണ്ടേ പറയുന്ന കേൾക്കലുണ്ട്, മുഹറം നോമ്പിൻ്റെ സമയത്ത് നമ്മളെ കുട്ടിക്ക് അവരെന്ത് പറയുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഏകദേശം മധുരത്തിൻ്റെ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ കേൾക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം, പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പയറ് പായസമില്ലേ, മറ്റേ കടലപ്പരിപ്പ്, അതൊന്നും വലിയ അവർക്ക് അത്ര ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടം ഈ ഒരു പായസമാണ്. ഈ പഴമൊക്കെ ചേർത്തിട്ടുള്ള നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് പിന്നെ പച്ചരിയും തേങ്ങാപ്പാലും ചേർത്ത് ഈ ഒരു പായസം ഉണ്ടാക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇലക്കൊക്കെ ചേർത്തിട്ട്. നമ്മളടുത്ത സ്നാക്സൊക്കെ ആക്കണമല്ലോ, അതിൻ്റെ വേണം മുട്ടയും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വെക്കുന്ന തിരക്കിലാണ്. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കെല്ലാം തന്നെ ഓരോന്ന് റെഡിയാക്കി വെച്ചപ്പോൾ വൈകിട്ട് ഇങ്ങനെ തിരക്കിട്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ പായസമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നേരത്തെ അതിൽ വേണ്ട കടലപ്പരിപ്പ് വേവിച്ചിട്ടുണ്ട്, പിന്നെ അതിൽ പഴം ഇതിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1-ാം പാൽ 2-ാം പാലൊക്കെ ഇല്ലേ, ഞാൻ വിശദീകരിച്ച് പറഞ്ഞത് എല്ലാവർക്കും ഒരു പായസം അറിയാതെ വിചാരിക്കുന്നത്. അപ്പം നമ്മളെ ഇതിൽ എന്തെങ്കിലും ടേസ്റ്റ് കൂടി മാറ്റം വരുത്തിക്കുക, അത്ര തന്നെ. ഞാനൊരു പായസം ചേർത്ത് കൊടുത്തെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൽ കുറച്ച് ബദയില്ല, നല്ലോണം കുത്തി ഇങ്ങനെ ചതച്ച് ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ബദവും കൂടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്ന കേട്ടോ. അപ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു വേറത്തിന് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ പായസം അടിപൊളി പിടിപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നല്ലോണം ആറേണ്ട കുട്ടിക്ക് വരുമ്പോഴത്തേക്ക് കൊടുക്കേണ്ടതല്ലേ. ഇത് സംഭവം എന്ന് വെച്ചാൽ മേലേന്ന് കുറേ ഗിഫ്റ്റ് കിട്ടി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ താഴത്തേക്ക് കൊണ്ടുവന്നാണ്. എല്ലാം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേലേക്ക് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോം വീഡിയോ ഇൻഷാല്ലാ ഹോം ടൂർ അടുത്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ചോദിച്ചു കൊടുക്കുന്ന റൂമിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ഹാളിൽ ചോദിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സമയം കിട്ടായിട്ടാണ്. ഇൻഷാല്ലാ അടുത്ത് തന്നെ വീഡിയോ ഹോം ടൂർ ചെയ്യുന്നുണ്ട് ഞാൻ. ഈ മുഹറം മാസത്തിൽ കുറേ പ്രത്യേകത ഉണ്ട്. ഓരോരുത്തർ പുതിയ ഡ്രസ്സ് വാങ്ങിക്കും, വീട്ടിലേക്ക് പുതിയ സാധനം വാങ്ങിക്കും, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. കാരണം പുതിയ വർഷത്തിലെ പുതിയ മാസമാണല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ അടിപൊളി സ്നാക്സാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടം. കുട്ടിയൊക്കെ ഇന്നലെ ആരെങ്കിലും വിരുന്നുകാർക്ക് വന്നാലില്ല, കിഡിലൻ ഐറ്റം തന്നെ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയെന്ന് ഒരുപാടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുട്ടിയൊക്കെ പ്രത്യേകം ഇഷ്ടമായത് സോസും കൂടി കൂട്ടിയില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് വെക്കുക. ഞാൻ റെസിപ്പി ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ 2 മുട്ട ഇതുപോലെ ചോപ്പറിൽ ചിരണ്ടി എടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ ചെറിയ പീസായിട്ട്.
അപ്പോൾ അങ്ങനെ അതിന് ശേഷം അതുപോലെ തന്നെ 2-3 എല്ലില്ലാത്ത ചിക്കനില്ല അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ബാക്കിക്ക് വേണ്ട സാധനങ്ങൾ വെച്ചാൽ അധികം സാധനം വേണ്ട കേട്ടോ. ജസ്റ്റ് 2 മീഡിയം സൈസിൽ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ തരച്ചെടുക്കുന്നില്ല. അതുപോലെ തന്നെ 2-3 പച്ചമുളക്, മല്ലിയില. അപ്പം അതൊക്കെ ജസ്റ്റ് ഇതിന് കട്ട് ചെയ്തെടുക്കുക. അത് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ നുള്ളിയിട്ടെടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കനും ചെറിയ കട്ട് ചെയ്ത ചിക്കനും പിന്നെ മുട്ടയും ഇവിടെ മാറ്റി വെക്കുക. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഉള്ളിയും പച്ചമുളകും ക്യാപ്സിക്കൊക്കെ വരുന്നില്ലേ, മല്ലിയിലൊക്കെ, അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് മസാല കണ്ണിലിട്ട് വാട്ടിയെടുക്കണം അങ്ങനത്തെ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. നമുക്കിതൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം കുറച്ച് ഏകദേശം ഒരു ചതച്ചതാണെങ്കിൽ 2-3 ഇല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം ഞാൻ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചേർത്തെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയാണ് മെയിനായി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ, എല്ലായിടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അവസാനത്തിലേക്ക് ചിക്കനും മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എല്ലാവരുടെയും ഒരു മസാലയൊക്കെ പിടിക്കേണ്ടതാണ്. നമുക്കിനി ഇതിന് ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഓരോ ബോൾസ് ആക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നോമ്പിന് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, ചായൻ്റെ കടയാക്കാനൊക്കെ ഭയങ്കര നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആക്കിയത് തന്നെ പിന്നെ വീണ്ടും ആക്കുമ്പോൾ ഒരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്, നമുക്ക് കിച്ചണിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി നമുക്കിനി ഓരോ പ്ലേറ്റിലേക്ക് നമുക്ക് ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് നോമ്പിന് ഉണ്ടാക്കി കഴിയാൻ നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മടി പോലെ ഉണ്ടാവും അല്ലേ. ഏതെല്ലാം നമ്മൾ ഏതോ പണി ചെയ്ത് തീർന്ന പോലെ എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിനെ സെറ്റാക്കി കൊടുക്കലും എങ്ങനെ കൊണ്ടുപോയി ടേസ്റ്റൊക്കെ അറിയാൻ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കുമല്ലോ. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് ഈസി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അതെല്ലാതും ട്രൈ ചെയ്ത് വെക്കുക. ഈ പഴത്തിനെ കൊണ്ടും ബ്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് തന്നെയാണ്. നിങ്ങൾ ബോൾസ് ടൈപ്പിൽ തന്നെ ആക്കാൻ നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു മസാലൻ്റെ കട്ട് രൂപത്തിലോ ബോൾസ് ടൈപ്പിലോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എരിവിലാക്കിയാൽ മതി. അങ്ങനെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പാത്രത്തിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമുക്കിനി ബ്രെഡ് നന്നായിട്ടൊരു പ്ലേറ്റിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മുട്ട മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഈ പ്ലേറ്റിലേക്ക് ബ്രെഡിൻ്റെ ക്രംസിലേക്ക് മുക്കിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഞാൻ ഈ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്ലേറ്റിലേക്ക് 2 ഭാഗത്തായിട്ട് ഞാൻ ബ്രെഡ് പൊടിച്ചത് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നടുക്കന്നെ എല്ലാ ഭാഗത്തും മുക്കിയെടുക്കുമ്പോൾ ഫുൾ എല്ലാവരും പെട്ടെന്ന് മുട്ടൻ്റെ ഒക്കെ ഉള്ളല്ലേ പെട്ടെന്ന് നനവ് പിടിച്ച് ഒരു കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഈ പകുതി ആക്കുമ്പോയില്ല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താക്കാൻ പറ്റുന്നത് വെച്ചാൽ ഫുള്ളൊന്നൊക്കെ അധികം ഇതില്ലാണ്ട് എന്താ പറയുക ഒട്ടിപ്പിടിക്കാണ്ട് വിധത്തിൽ നമുക്ക് ഫ്രഷോടെ തന്നെ ഫുള്ള് മുക്കിയെടുക്കാൻ പറ്റും കേട്ടോ ബ്രെഡിൽ. ഇനി നമുക്കിത് ഓയിലിലേക്ക് വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അധികം ഇത് തീ കൂട്ടി വെക്കണ്ട. ബ്രെഡിന് നമ്മൾ എന്താക്കിയാലും പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ പോലെ പോലെ, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കെല്ലാം കൂടി നല്ല പൊരിച്ചെടുക്കാം. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊടുക്കുമ്പോൾ ഒന്നും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വീണ്ടും ഓർമ്മിപ്പിക്കാൻ വീഡിയോ കണ്ടുകൊടുക്കുന്നൊക്കെ അങ്ങ് മറന്നു പോകും, അതുകൊണ്ടാണ് നടക്കുന്ന ഓർമ്മിപ്പിച്ചത് കേട്ടോ. അങ്ങനെ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തന്നെ അടുത്ത സ്നാക്സ് റെഡിയാക്കാൻ നിൽക്കാം. ഞാനിവിടെ രണ്ട് പഴം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അധികം നേർങ്ങനെ ആവേണ്ടിയിട്ട് കുറച്ച് തടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്ക് ഉറപ്പായി ഇഷ്ടം കേട്ടോ. ഞാൻ പറഞ്ഞില്ല സ്നാക്സൊക്കെ ലഞ്ചിലൊക്കെ സ്നാക്സ് ബോക്സ് കൊണ്ടുപോകാൻ ഉറപ്പായി ഇഷ്ടമാവും. അങ്ങനെ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ജസ്റ്റ് വാട്ടി എടുക്കുന്നത് പശുവിൻ നെയ്യിലോ ജസ്റ്റ് ഓയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു പാൻ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമുക്ക്
അങ്ങനെ പഴയൊക്കെ ഒന്ന് നന്നായി വാട്ടി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു 5-6 ഒരു ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ മാറ്റിയിട്ട് ഒരു ബോർഡിലേക്ക് വെക്കുക. ഇനി നമുക്കിത് നെടുഭാഗം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. നെടുഭാഗം ശ്രദ്ധിച്ചിട്ട് വിട്ടു പോകാണ്ട വിധത്തിൽ നെടുഭാഗം മാത്രം ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ അധികം പണിയൊന്നുമില്ല. നമ്മൾ ബ്രെഡൊക്കെ വാട്ടുന്നില്ല, ഈ ഒരു സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്. അങ്ങനെ ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ട് സ്ക്വയർ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ 2 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും ഏലക്കായ്പ്പൊടിയും പിന്നെ ഇതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങളനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നോമ്പിനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സ്നാക്സ് ആയിക്കോട്ടെ, നമുക്ക് ബ്രെഡിനെ കൊണ്ടൊക്കെ എല്ലാ സ്നാക്സും ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡിനെ കൊണ്ട് ഏത് സ്നാക്സ് ആയിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ഇനി പാനിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പശു നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഇതിന് മേലെ വെച്ച് കൊടുക്കുക. പാനിലേക്ക് അധികം തീ കൂട്ടേണ്ട, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് നേരത്തെ വാട്ടിയിട്ട് പഴം വാട്ടിയില്ല, കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് 3-4 വെച്ചിട്ട് കൊടുക്കുക. അധികം ഇങ്ങനെ നമുക്ക് പൊന്തി നിൽക്കാത്ത വിധത്തിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടത് മനസ്സിലായ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞത് അധികം ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഏകദേശം നിറഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ മാത്രം മതി. ഒരു 3-4 സൈസിൽ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലയിലേക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ മുട്ടയുടെ ഒക്കെ ഏലക്കായും പഞ്ചസാരയും കലക്കി വെച്ചിട്ടായി ഒരു ഇതിലേക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ മതി കേട്ടോ. ബ്രെഡിൻ്റെ മേലാക്കേണ്ട ആവശ്യമില്ല, നടുഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരത്തെ കട്ട് ചെയ്തിട്ട് ഭാഗത്തിൻ്റെ പീസ് ബ്രെഡില്ല, കട്ട് ചെയ്യാതെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് അത്രയും വേണ്ടു. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്കിത് എന്താക്കാം, നേരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കുറേ നെയ്യ് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി ഈസി തന്നെ നമുക്ക് ആക്കാൻ പറ്റും. അതിന് അതുപോലെ തന്നെ ഓരോന്നോരോ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു സ്നാക്സ് കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി സ്നാക്സാണ്. അങ്ങനെ അപ്പോഴേക്ക് ചായൻ്റെ ഇടയ്ക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കട്ട്ലേറ്റ് എൻ്റെ ഇത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും ചായൻ്റെ കടികൾ. അപ്പം നമുക്ക് വെറൈറ്റി ഒരു ഫുഡും കൂടി കിട്ടും, ഒരു സ്നാക്സും കൂടി കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് അടിക്കലാണ്. ഞാൻ ലാസ്റ്റ് ടൈമാണ് ജ്യൂസ് അടിക്കാൻ നിൽക്കൽ. ബാങ്ക് കൊടുക്കുന്ന കുറച്ച് സമയം മുന്നേ ബട്ടർ ഉണ്ടായിരുന്നു. ആ ബട്ടറിലേക്ക് പിന്നെ കുറച്ച് ലേശം വാനില എസൻസ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരക്ക് ചേർത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് അടിക്കുന്ന കേട്ടോ. ഞാൻ ആദ്യം ജ്യൂസ് അടിക്ക് വെച്ചിട്ട് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആ ഫ്രഷോടെ തന്നെ കുടിക്കുന്നത് എനിക്ക് ജ്യൂസ് കുടിക്കാൻ ഇഷ്ടം കേട്ടോ. അങ്ങനെ ക്ഷീണമൊന്നുമില്ല കേട്ടോ. ഈ ഒരു നോമ്പിനിക്കാന്ന് വെച്ചാൽ ഈ ഭയങ്കര മഴയാണ് പുറത്ത്. അപ്പോൾ അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര ചൂട് കാലത്തൊക്കെ ഈ ഒരു ലാസ്റ്റ് നോമ്പ് എന്നെല്ലാം വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നല്ലോ. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി താർന്ന് കിടക്കലായിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നമേ ഇല്ല, അവരുടെയൊക്കെ നോമ്പ് തന്നെയാണ്. പിന്നെ മഴക്കാലത്തന്നെ നോമ്പ് നല്ലത്. അൽഹംദുലില്ലാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. കുട്ടിയൊക്കെ ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ നോമ്പ് ചായ കുടിക്കാനൊക്കെ. നമ്മൾ നോമ്പിലെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ നിൽക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അടുത്തൊരു നോമ്പൊക്കെ വരുന്ന വെച്ചാൽ അടുത്തൊരു ബറാത്തൊക്കെ ആണ്ടല്ലേ. അങ്ങനെ സ്നാക്സൊക്കെ റെഡി ആയിട്ട് ചായൻ്റെ അടുക്ക് റെഡി ആയിട്ടുണ്ട്, ജ്യൂസൊക്കെ ഉണ്ടാച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടാ. ബാങ്ക് കൊടുക്കും വെള്ളം കുടിക്കുമെന്ന് അത്ര വലിയ കാര്യം തോന്നുന്നില്ല. ക്ഷീണം ദാഹമൊന്നും അങ്ങനെ ഇല്ലല്ലോ. അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്നാക്സ് എരിവുള്ള സ്നാക്സ് അതാണ് കഴിക്കുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിന്. ആ പ്ലേറ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാലിയാവും ചെയ്തതിന് കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരത്തിൻ്റെ കടി തന്നെ ഈ നോമ്പ് തുറന്ന് അവിടെ കഴിക്കാൻ കുറച്ച് കഴിക്കില്ല. അവർ ഫസ്റ്റ് എരിവുള്ള കടി എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ ആ ചായൻ്റെ കടിയൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ പോയി എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം കഴിക്കാൻ നിൽക്കില്ല. നമ്മൾ ഈ ഒരു കടി കഴിച്ചാൽ തന്നെ ഇവർ വയറൊക്കെ ഫുള്ളാവുമല്ലോ. അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറന്ന സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം.